A very good morning to everyone. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ഹെഡിങ് ഒന്ന് നോക്കിയാൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ ഫോളോഡ് ബൈ വിറ്റകർ. വിറ്റകർ ആരാണെന്ന് നമ്മൾ പഠിച്ചത് എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് RH വിറ്റകർ ഇൻ 1969 പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെ ബേസിസിലാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തതെന്നുള്ളതാണ്, എന്തൊക്കെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി സ്റ്റഡി ചെയ്തിട്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. RH വിറ്റകർ has studied 5 major characters for performing 5 kingdom classification, and the 5 major characters that he studied are: first one, cell type; second one, cell wall. He studied the nature of the cell wall of organisms. Then third, nuclear membrane. He studied the nuclear membrane of organisms. As the fourth character, he studied body organization. And the final character that he studied is mode of nutrition. In order to propose 5 kingdom classification, RH Whittaker has studied all these characters. He studied cell type, cell wall, then nuclear membrane of different organisms, then body organization, and finally he studied the mode of nutrition also. So now we will be going through all these characters one by one. Okay, first we can see what he studied in cell type. RH Whittaker has classified the entire organisms into 2 major categories when he studied the cell type. That is, the 2 major types of prokaryotic organisms and then eukaryotes. So the first character he studied is cell type. So based on the cell type of the organism, the entire living organisms are divided into 2 heads. First one is prokaryotic organism and the second one is eukaryotic organism. So what is meant by prokaryotic organism and then what is meant by eukaryotic organism? So prokaryotic organism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those organisms which have an incipient nucleus. ഒരു വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ല, അല്ലെങ്കിൽ ഒരു വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗനിസങ്ങളെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് ഓർഗനിസംസ് എന്ന് പറയുന്നത്. സോ RH Whittaker has studied the cell type in all the different type of organisms, and he categorized the organisms either as a prokaryotic organism or as eukaryotic organisms. Okay, so prokaryotic organisms എന്ന് പറഞ്ഞാൽ എന്താണ്? Those organisms which lack a true nucleus. ഒരു സത്യസന്ധമായ ഒരു കംപ്ലീറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗനിസങ്ങളെയാണ് prokaryotic organisms എന്ന് പറയുന്നത്. അപ്പോൾ prokaryotes എന്ന് പറഞ്ഞാൽ without a true nucleus. Those organisms without a true nucleus. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ബാക്ടീരിയ ആണ് കേട്ടോ. ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു കിങ്ഡം തന്നെ ഉണ്ട് നമ്മുടെ മൊണീറ. അപ്പോൾ നമ്മൾ പഠിച്ചത് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആദ്യമേ വരുന്ന ഏതായിരുന്നു? മൊണീറയാണ് അല്ലേ. അപ്പോൾ മൊണീറ ഗ്രൂപ്പിൽ വരുന്ന ഓർഗനിസങ്ങൾ പ്രോകാരിയോട്ടിക് ആയിരിക്കും. അങ്ങനെയുള്ള ഓർഗനിസങ്ങൾക്ക് ഒരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ പ്രോകാരിയോട്ടിക് ഓർഗനിസം എന്ന് പറഞ്ഞാൽ ദോസ് ഓർഗനിസം വിച്ച് ലാക്ക് എ ട്രൂ ന്യൂക്ലിയസ്, അല്ലെ ഒരു കംപ്ലീറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗനിസങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രോകാരിയോട്ടിക് ഓർഗനിസം എന്ന് പറയുന്നത്. ഇനി യൂകാരിയോട്ടിക് ഓർഗനിസം എന്ന് പറഞ്ഞാൽ എന്താ? ദോസ് ഓർഗനിസം വിച്ച് ആർ ഹാവിങ് എ വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ്, ഒരു കംപ്ലീറ്റ് ന്യൂക്ലിയസ് ഉള്ള ഓർഗനിസങ്ങളെയാണ് നമ്മൾ എന്താന്ന് പറയാ? യൂകാരിയോട്ടിക് ഓർഗനിസം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ സെൽ ടൈപ്പിൽ ഈ 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്നെങ്കിൽ ഓർഗനിസം പ്രോകാരിയോട്ടിക് ആയിരിക്കും, അപ്പോൾ ഒരു ട്രൂ ന്യൂക്ലിയസ് കാണത്തില്ല, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഓർഗനിസം യൂകാരിയോട്ട് ആയിരിക്കും, അപ്പോൾ അതിനൊരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്യാരക്ടർ സ്റ്റഡി ചെയ്തിരിക്കുന്നത് സെൽ വോൾ ആണ്. ഓക്കെ, സെൽ വോൾ.
R.H. Whittaker സെൽ വാളിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. Those organisms which are having a cellulosic cell wall and those having non-cellulosic cell wall. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടായിട്ട് തരംതിരിച്ചത്. ഒന്നുകിൽ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സെൽ വോൾ ആയിരിക്കും, കോശഭിത്തി ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോൾ ആയിരിക്കും. അപ്പോൾ സെൽ വോള് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ സെൽ വോൾ മെറ്റീരിയലിൽ those organisms which are having cellulosic cell wall is kept in a particular group. The organism which are having non-cellulosic cell wall is kept in yet another group. അപ്പോൾ പ്രൊകാരിയോട്ടിക് ഓർഗനിസംസിലൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും നോൺ സെല്ലുലോസിക് സെൽ വോൾ ആണ് വരിക. യൂകാരിയോട്സിൽ നമ്മൾ പറയുന്ന പോലെ ഹയർ പ്ലാന്റ്സിലെ പ്ലാന്റ് മെമ്പേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സെല്ലുലോസിക് സെൽ വോൾ ആണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്യാരക്ടർ നമ്മളുടെ വിറ്റക്കർ സ്റ്റഡി ചെയ്തത് സെൽ വോൾ ആണ്. അദ്ദേഹം രണ്ട് രീതിയിലായിട്ടാണ് ഓർഗനിസങ്ങളെ മാറ്റിയത് ഇവിടെ. സെല്ലുലോസിക് സെൽ വോൾ ഉള്ള ഓർഗനിസങ്ങളും അതുപോലെ തന്നെ നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള ഓർഗനിസം. അപ്പോൾ ഏതൊരു ഓർഗനിസത്തെ സ്റ്റഡി ചെയ്താലും അദ്ദേഹം സെൽ വാളിൻ്റെ കോമ്പസിഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ സെല്ലുലോസ് ആണോ അതോ നോൺ സെല്ലുലോസിക് സെൽ വോൾ ആണോ എന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ക്യാരക്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ആദ്യത്തെ സെൽ ടൈപ്പ് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും വരുന്നുണ്ട് അവിടെ. ഇനി സെല്ലുലോസിക് സെൽ വാളോ നോൺ സെല്ലുലോസിക് സെൽ വാളോ എന്ന് പറയുന്ന സെൽ വാളിൻ്റെ നേച്ചറും അദ്ദേഹം സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ രണ്ട് ക്യാരക്ടർ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത് സ്റ്റഡി ചെയ്ത് ഏത് ക്യാരക്ടറാണെന്ന് നോക്കാം. ഏതായിരുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചത്? ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ് അല്ലേ. മൂന്നാമത്തെ ക്യാരക്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ന്യൂക്ലിയസിൽ കാണുന്ന ആവരണമാണ്. നോർമൽ കേസിൽ നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഒക്കെ സ്ട്രക്ചർ കുറച്ചുകൂടി കഴിയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനിവിടെ വരയ്ക്കുകയാണ്. റൗണ്ട് ഷേപ്പിലാണ് ട്രൂ ന്യൂക്ലിയസ് ഉള്ള എല്ലാ ഓർഗനിസങ്ങളും അല്ലെ മിക്കവാറും. അപ്പോൾ ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് മെംബ്രെയിൻസ് കാണും. ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും കാണും നമ്മുടെ ന്യൂക്ലിയസിന് നോർമലി. ഇങ്ങനെയാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയോലസ് കാണും, അങ്ങനെ ബാക്കി ന്യൂക്ലിയോപ്ലാസം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ കാണും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെൽ ഓർഗനൽസ് പഠിക്കുന്നുണ്ട് ഒരു ചാപ്റ്ററിൽ. അന്നേരം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും മാത്രം ഓർക്കുക. ന്യൂക്ലിയസിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ആവരണമാണ് നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ R.H. Whittaker ന്യൂക്ലിയർ മെംബ്രെയിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്റ്റഡി ചെയ്തത്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ള ഓർഗനിസങ്ങളെ നമ്മൾ എന്തെന്നായിരിക്കും വിളിച്ചത്? യൂകാരിയോട്ടിക് ഓർഗനിസം അല്ലേ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ട്രൂ ന്യൂക്ലിയസ് ആണെങ്കിൽ അത് എന്താണ്? യൂകാരിയോട്ട് ആയിട്ട് മാറും. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലെങ്കിൽ അത് എന്താണ്? അത് പ്രോകാരിയോട്ടാണ്, ട്രൂ ന്യൂക്ലിയസ് അല്ലാണ്ടാവും. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച പ്രോകാരിയോട്ടും യൂകാരിയോട്ടുമായിട്ട് ഒരു കണക്ഷനും കൂടി വരുന്നുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? യൂകാരിയോട്ട് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം പ്രോകാരിയോട്ടിക് ഓർഗനിസങ്ങളിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവത്തില്ല. അപ്പോൾ മൂന്നാമത്തെ ക്യാരക്ടറായിട്ട് R.H. Whittaker സ്റ്റഡി ചെയ്തത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. വെദർ എനി ഓർഗനിസം, എപ്പോൾ ഒരു ഓർഗനിസത്തിനെ എടുത്ത് സ്റ്റഡി ചെയ്താലും അദ്ദേഹം ന്യൂക്ലിയർ മെംബ്രെയിൻ അതിനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ ഓർഗനിസം വെദർ ഇറ്റ് ഈസ് ഹാവിങ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഓർ നോട്ട്. അപ്പോൾ മൂന്നാമത്തെ ക്യാരക്ടർ സ്റ്റഡി ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. whether the organism is there with the nuclear membrane or not. അതാണ് ഇവിടെ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും യൂകാരിയോട്ടിക് ഓർഗനിസം ആയിരിക്കും. ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ബി പ്രൊകാരിയോട്ടിക് ഓർഗനിസം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ ക്യാരക്ടറാണ്, നാലാമത്തെ ക്രൈറ്റീരിയ ആണ്. നാലാമത്തെ ക്രൈറ്റീരിയ എന്തായിരുന്നു? ബോഡി ഓർഗനൈസേഷൻ ആണ് അല്ലേ. ഫോർത്ത് ക്രൈറ്റീരിയ ഈസ് ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷനിൽ ഇദ്ദേഹം പഠിച്ചത് വെദർ ദ ഓർഗനിസം ഇസ് സെല്ലുലാർ ഇൻ നേച്ചർ. സെല്ലുലാർ ആണെങ്കിൽ വെദർ ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. പിന്നെ ബോഡി ഓർഗനൈസേഷനിൽ വെദർ ടിഷ്യൂ സിസ്റ്റം ഈസ് പ്രസൻറ്റ്, ഓർഗൻ സിസ്റ്റം ഈസ് പ്രസൻറ്റ്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോഡി ഓർഗനൈസേഷനിൽ പഠിച്ചിരിക്കുന്നത് വെദർ ദ ഓർഗനിസം ഇസ് സെല്ലുലാർ ഇൻ നേച്ചർ, ദെൻ ഇഫ് ഇറ്റ് ഈസ് സെല്ലുലാർ വെദർ ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ, ദെൻ ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ടിഷ്യൂ. ഇപ്പോൾ ഒരു കുറേ സെല്ലുകളുടെ സമൂഹം ചേർന്നിട്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ടാകാം. ഇനി ടിഷ്യൂ സിസ്റ്റങ്ങൾ ചേർന്ന് ഓർഗൻസ് ഉണ്ടാകാം. ഓർഗൻസ്
കൂടിച്ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവാം. അങ്ങനെ ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഓരോ ഓർഗനിസത്തിലും ഉള്ളത് എന്നും അദ്ദേഹം പഠിച്ചു. അതാണ് ഫോർത്ത് ലെവലിലുള്ള ഫോർത്ത് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ബോഡി ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഒരു ഓർഗനിസത്തിൽ ഏത് ടൈപ്പ് ബോഡി ഓർഗനൈസേഷൻ ആണ് വരുന്നത്, വെദർ ഇറ്റ് ഈസ് സെല്ലുലാർ, മൾട്ടി സെല്ലുലാർ ആണോ, യൂണിസെല്ലുലാർ ആണോ, ദെൻ ഏത് ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ ആണ്, ടിഷ്യൂ സിസ്റ്റം ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഓർഗൻസ് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടോ, ഇനി ഓർഗൻ സിസ്റ്റംസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബോഡി ഓർഗനൈസേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 4 ക്യാരക്ടേഴ്സ് ഓൾറെഡി സ്റ്റഡി ചെയ്തു. സെൽ ടൈപ്പ്, സെൽ വോള്, ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ, ദെൻ ഫോർത്ത് വൺ ബോഡി ഓർഗനൈസേഷൻ. അപ്പോൾ ലാസ്റ്റ് ക്യാരക്ടർ ആർ.എച്ച്. വിറ്റകർ സ്റ്റഡി ചെയ്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതുകൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഓർഗനിസംസ് ക്യാൻ ബി ഐദർ ഓട്ടോട്രോപിക് ഓർ ഹെറ്ററോട്രോപിക്. അപ്പം ഇങ്ങനെ 2 കാറ്റഗറിയിലാണ് ഓർഗനിസങ്ങളെല്ലാം തന്നെ വരുന്നത്. ഒന്നെങ്കിൽ ഓർഗനിസം ഓട്ടോട്രോപിക് ആയിരിക്കും. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഓർഗനിസം വിച്ച് ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ അല്ലെ. ഇനി ഹെറ്ററോട്രോപിക് എന്ന് പറഞ്ഞാൽ ഓർഗനിസം ദേ ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി ടു പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. സ്വന്തമായ ആഹാരം പാകം ചെയ്ത് ഉപയോഗിക്കാൻ കഴിവില്ലാത്ത ഓർഗനിസങ്ങളെയാണ് നമ്മൾ ഹെറ്ററോട്രോപിക് ഓർഗനിസംസ് എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ഓർഗനിസങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി മറ്റ് ജീവജാലങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അല്ലേ. അതേസമയം ഓട്ടോട്രോപിക് ഓർഗനിസംസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഓർഗനിസങ്ങളാണ് ഓട്ടോട്രോപിക് ഓർഗനിസം. അപ്പം ആർ.എച്ച്. വിറ്റകർ സ്റ്റഡി ചെയ്തതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഇപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗനിസംസ് വിൽ ബി ഐദർ ഓട്ടോട്രോപിക് ഇൻ നേച്ചർ ഓർ ഹെറ്ററോട്രോപിക് ഇൻ നേച്ചർ. ഇനി ഓട്ടോട്രോപിക് ആണെങ്കിൽ 2 തരം വരാം. ഒന്നെങ്കിൽ കീമോസിന്തറ്റിക് ആയിരിക്കാം, കീമോസിന്തറ്റിക് or photosynthetic. നമുക്കറിയാം ഓട്ടോട്രോപിക് ആണെങ്കിൽ ഓർഗനിസം മേ ബി ഐദർ കീമോസിന്തറ്റിക് ബൈ യൂസിങ് കെമിക്കൽ, ദേ പ്രിപ്പയർ ദ ഫുഡ് മെറ്റീരിയൽ ബൈ യൂസിങ് കെമിക്കൽസ്. ദെൻ ഫോട്ടോസിന്തറ്റിക് ആണെങ്കിലോ ദേ പ്രിപ്പയർ ഫുഡ് മെറ്റീരിയൽ ബൈ യൂസിങ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ അല്ലെ. ക്ലോറോഫിലൊക്കെ ഉപയോഗിച്ച് സൺലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഫോട്ടോസിന്തസിസ് നടത്തും. അതല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ സാന്നിധ്യത്തിൽ കീമോസിന്തസിസ് നടത്താം. അപ്പോൾ ആ 2 കേസ് ആണെങ്കിൽ ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ. അതാണ് ഓട്ടോട്രോപിക് നേച്ചറിലുള്ള ഓർഗനിസങ്ങളുടെ പ്രത്യേകത. ഇനി ഹെറ്ററോട്രോപിക് ആണെങ്കിലോ ദേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ അതർ ഓർഗനിസംസ്. അത് 2 തരത്തിൽ വരാം. ഒന്നെങ്കിൽ സാപ്രോഫൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആവാം. എന്താണ് സാപ്രോഫൈറ്റ്സും പാരസൈറ്റ്സും? സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുന്ന ഓർഗനിസങ്ങളെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ദോസ് ഓർഗനിസം വിച്ച് ഡിറൈവ് ഫുഡ് മെറ്റീരിയൽ ഫ്രം ഡെഡ് ഓർഗാനിക് മാറ്റർ അല്ലേ. സോ ഹെറ്ററോട്രോപിക് ആണെങ്കിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ അടിസ്ഥാനത്തിൽ ഹെറ്ററോട്രോപിക് ഓർഗനിസം ആണെങ്കിൽ ദാറ്റ് ഓർഗനിസം ക്യാൻ ബി ഐദർ സാപ്രോഫൈറ്റിക് ആവാം അല്ലെങ്കിൽ പാരസിറ്റിക് ആവാം. സാപ്രോഫൈറ്റ്സ് ആണെങ്കിൽ saprophires are those organisms which derive the food material from dead organic matter. Dead organic matter എന്നായിരിക്കും അവർ ഫുഡ് വലിച്ചെടുക്കുന്നത്. എക്സാമ്പിൾ നമ്മുടെ മഷ്റൂം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. മഷ്റൂമിൻ്റെ കാര്യമൊക്കെ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ മഷ്റൂമുകൾ പോലെയുള്ള ഓർഗനിസങ്ങളായിരിക്കും സാപ്രോഫൈറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിരിക്കും. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖമൊക്കെ വരുത്തുന്ന എല്ലാ ബാക്ടീരിയയും അതുപോലെയുള്ള ഓർഗനിസങ്ങളും എല്ലാം പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ those organisms which derive the food material from other organism, മറ്റ് ജീവജാലങ്ങളിൽ നിന്നും അവർ പ്രിപ്പയർ ചെയ്ത ഓർഗനിസം സ്വീകരിച്ച് വളരുന്ന ഓർഗനിസങ്ങളെയാണ് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞത്. സോ ഹെറ്ററോട്രോപിക് ഓർഗനിസംസ് ആണെങ്കിൽ ഒന്നെങ്കിൽ സാപ്രോഫൈറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിരിക്കും. സാപ്രോഫൈറ്റ്സ് ആണെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ഫുഡ് വലിച്ചെടുത്ത് ജീവിക്കുന്നു. പാരസൈറ്റ്സ് ആണെങ്കിൽ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും ആഹാരം സ്വീകരിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോഡ് ഓഫ് ന്യൂട്രീഷനിലുള്ളത്. അപ്പോൾ ആർ.എച്ച്. വിറ്റകറിൻ്റെ 5 ഡിഫറെൻറ്റ് ക്രൈറ്റീരിയയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമതായിട്ടുള്ളത് സെൽ ടൈപ്പ് ആയിരുന്നു. അവിടെ പ്രോകാരിയോട്സും യൂകാരിയോട്സും ഉണ്ടായിരുന്നു. രണ്ടാമത്തത് സെൽ വോൾ, അത് സെല്ലുലോസിക് ആൻഡ് നോൺ സെല്ലുലോസിക് ഉണ്ടായിരുന്നു. മൂന്നാമത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആയിരുന്നു. അതിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നുള്ള കാര്യം വരും. നാലാമത് ബോഡി ഓർഗനൈസേഷനിൽ ആ ഓർഗനിസം എങ്ങനെയുള്ളതാണ്, സെല്ലുലർ ആണോ മൾട്ടി സെല്ലുലർ ആണോ യൂണിസെല്ലുലർ ആണോ, ഇനി ഏത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അതിനുള്ളത്, അതായത് ടിഷ്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, ഓർഗൻ സിസ്റ്റം ആണോ ഉള്ളത്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം
ബോഡി ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുമായിരുന്നു. ഇനി ബോഡി ഓർഗനൈസേഷനിൽ വരുമായിരുന്നു. ഇനി ലാസ്റ്റ് പഠിച്ചത് നമ്മൾ ന്യൂട്രീഷനാണ് പഠിച്ചത്. ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ അനുസരിച്ച് ഒന്നെങ്കിൽ ഓട്ടോട്രോപ്പിക് ആയിരിക്കും അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്പിക് ആയിരിക്കും. ഓട്ടോട്രോപ്പിക് ആണ് ഐദർ കീമോസിന്തറ്റിക് ഓർ ഫോട്ടോസിന്തറ്റിക്. ഇനി ഹെറ്ററോട്രോപ്പിക് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഐദർ സാപ്രോഫൈറ്റിക് ഓർ പാരസിറ്റിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രൈറ്റീരിയ ഫോളോഡ് ബൈ RH Whittaker.